ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, എന്തെങ്കിലും ഒരു സ്വീറ്റായിട്ട് കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ തോന്നി എന്തെങ്കിലും ഉണ്ടാക്കിയാലോ. കുറച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാമെന്ന് വെച്ചു. ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി നമ്മളത് ഗ്രേറ്റ് ചെയ്തിട്ട് പാൻ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് ഈ ക്യാരറ്റ് അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റണം. ഏകദേശം ഒരു എന്തിനു പറയുന്നത്, നന്നായിട്ടൊരു പരുവാകുന്ന വരെ, ഒന്ന് വാടുന്ന വരെ നന്നായിട്ട് നമ്മളത് വഴറ്റിയിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. പണ്ട് അമ്മ ഇത് ദീപാവലി സമയത്ത് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സംഭവമാണ്. അന്നൊന്നും തിരിഞ്ഞു നോക്കാത്ത സാധനമാണ് ഇപ്പം കഴിക്കാനായിട്ട് കൊതി. നന്നായിട്ട് അത് ചൂടായി വെന്തിട്ടുണ്ട്, ഒരുമാതിരി പരുവായിട്ടുണ്ടേ. അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച പാലാണ് ഒഴിക്കുന്നത് കേട്ടോ. അതിലേക്ക് പഞ്ചസാര ഇട്ടു, ആവശ്യത്തിന്, അതായത് അവരവരുടെ സ്വീറ്റ്നെസ്സിനനുസരിച്ചിട്ടുള്ള മധുരം ചേർത്താൽ മതി. അത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ കുറച്ച് പാലൊഴിച്ച് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട്, ചെറുതായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലൊഴിച്ച് കൊടുത്തായിരുന്നല്ലോ. പിന്നീട് നമ്മൾ വീണ്ടും പാലൊഴിച്ച് കൊടുത്ത് വേണമെങ്കിൽ ഇത് നമുക്കൊരു പായസ പരുവത്തിലൊക്കെ എടുക്കാം. പിന്നെ ക്യാരറ്റ് ഹൽവ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൽവയുടെ പരുവം ഒരു ഇച്ചിരി ഡ്രൈ ആണല്ലോ, ആ ഡ്രൈ പരുവത്തിലെടുക്കണം. അപ്പം ഇവിടെ പിന്നെ മോൾക്കാണെങ്കിൽ എന്ത് സ്വീറ്റ് കൊടുത്താലും അവൾ കഴിച്ചോളും, അവൾക്ക് ഇഷ്ടമാണ്. അവൾക്ക് സ്വീറ്റ് ഐറ്റത്തിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിപ്പം പായസ പരുവത്തിൽ കൊടുത്താലും ഹൽവയാക്കി കൊടുത്താലും അവൾ കഴിച്ചോളും. പിന്നെ നേരത്തെ തന്നെ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മ ഇത് ഇച്ചിരി ഡ്രൈ ആയിട്ട് ഉണ്ടാക്കണം. കഴിഞ്ഞ ദീപാവലിക്ക് നമ്മൾ ഇതുണ്ടാക്കിയായിരുന്നു, പക്ഷേ അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പറഞ്ഞ് നമ്മൾ കാട് കയറി ഗൈസ്. അപ്പോൾ അത് പാലിൽ നന്നായിട്ട് വഴണ്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക്, ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് നമ്മൾ അതിലേക്ക് ചേർക്കും. ഈ പാല് നന്നായിട്ട് കുറുകി നമ്മളിതിനെ വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഈ പരുവത്തിൽ എത്തും, ഡ്രൈ പരുവത്തിലെത്തും. അതിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കുക. അതിനുശേഷം നേരെ സെർവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിസ്തയോ അതേപോലെ തന്നെ കാജു, അതായത് അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം നമുക്ക് ചേർക്കാം. അപ്പം നമ്മുടെ കയ്യിൽ പിസ്ത ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ പിസ്ത ചേർത്തു. അതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് ചേർത്തിട്ട് കഴിക്കാൻ കിടുവാണ് ഗൈസ്, പൊളിയാണ്. സത്യത്തിൽ ഐസ്ക്രീം ചേർത്ത് ഞാനിതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ. പക്ഷേ സത്യം പറയാമല്ലോ, ഞാനിത് തള്ളി പറയുന്നൊന്നുമല്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ബായ്.